പള്ളുരുത്തി ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾക്ക് മാർച്ച് 4-ന് കൊടികയറും. മാർച്ച് 3-ന് ധ്വജപ്രതിഷ്ഠോത്സവത്തോടെ ആരംഭിച്ച ഉത്സവാഘോഷങ്ങൾ മാർച്ച് 13-14 ദിവസങ്ങളിലെ പള്ളിവേട്ട ആറാട്ടു മഹോത്സവത്തോടെ അവസാനിക്കും. ഒരു പ്രദേശത്തിന്റെ ഉത്സവമായ പള്ളുരുത്തി ശ്രീ ഭവാനീശ്വര ക്ഷേത്രത്തിലെ ഉത്സവ ആഘോഷങ്ങൾക്ക് മാർച്ച് 4-ന് കൊടികയറും. കൊടിയേറ്റത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച മഹാ അന്നദാനത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഭക്തജനങ്ങൾക്കും അഗതി മന്ദിരത്തിലെ അശരണർക്കുമായി നടന്ന അന്നദാനത്തിന്റെ ചിലവുകൾ വഹിച്ചത് ചുള്ളിക്കൽ പോട്ടശ്ശേരിയിൽ PA അജിത് അയ്യപ്പനാണ്. 11 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവാഘോഷങ്ങൾക്ക് മാർച്ച് 4-ന് രാത്രി ക്ഷേത്രം തന്ത്രി NV സുധാകരന്റെ കാർമ്മികത്വത്തിലാണ് കൊടികയറുന്നത്. പള്ളിവേട്ട ആറാട്ട് മഹോത്സവങ്ങളോടെ അവസാനിക്കുന്ന ഉത്സവാഘോഷങ്ങൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് KV സരസൻ, സ്കൂൾ മാനേജർ KA സന്തോഷ്, ദേവസ്വം മാനേജർ KR മോഹനൻ എന്നിവർ നേതൃത്വം നൽകും. ഈ പള്ളുരുത്തിയുടെ നാഥനായ ശ്രീ ഭവാനീശ്വരന്റെ ഉത്സവ മഹാമഹം ആരംഭിക്കുകയാണ്. ഏറ്റവും മഹത്തരമായ ഒരു ചടങ്ങാണ് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ നാടിനെ സംബന്ധിച്ച് ഉത്സവം എന്ന് പറയുന്നത്. ഏറ്റവും മഹത്തരമായ അന്നദാനം. ഏതൊരുവന് എന്തെല്ലാം കൊടുത്താലും അന്നദാനം എന്ന മഹത്തരമായ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവന് പൂർണ്ണ തൃപ്തിയാകുന്നു എന്നാണ് വിശ്വാസം. എല്ലാ ഭക്തജനങ്ങളും അന്നദാനത്തിൽ പങ്കെടുക്കുകയാണ്. വൈകുന്നേരം 10:00-നും 11-നും മധ്യയുള്ള മുഹൂർത്തത്തിൽ തൃക്കൊടിയേറ്റ് നടക്കും. തുടർന്ന് 11 ദിവസം നീണ്ടു നിൽക്കുന്ന അതിമഹത്തരമായ വിശേഷപ്പെട്ട ദിനങ്ങളാണ് ഈ പള്ളുരുത്തിയുടെ ഏറ്റവും സന്തോഷകരമായ, ഈ ദേശവാസികൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള, ഏറ്റവും സന്തോഷം നൽകുന്ന. എല്ലാ ദിവസവും അന്നദാനമുണ്ട്. എപ്പോഴും 4 ദിവസം മാത്രമേ ഉണ്ടാകാറുള്ളൂ. കുട്ടികൾക്ക് എൻ്റെ ഒപ്പം വരുന്നതുകൊണ്ട് പറഞ്ഞ് ഞാൻ കുട്ടികളെയും കൂടി കൊണ്ടുവന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്കിഷ്ടമായി. അന്നദാനം മഹാദാനം എല്ലാവർക്കും കഴിക്കാനുള്ള ഒരു അവസരം കിട്ടിയത് വളരെയധികം ദൈവത്തിനോട് അനുഗ്രഹം അറിയുകയാണ് ഞാൻ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.